അവൾക്ക് എൻ്റെ കൂടെ വരാൻ സമ്മതമാണ്. എനിക്ക് അവിടെ പോകാൻ സമ്മതമല്ല. നിങ്ങൾക്ക് അവിടെ പോകാൻ സമ്മതമാണോ? നിങ്ങൾക്ക് ഇവിടെ വരാൻ സമ്മതമല്ലേ? ഇങ്ങനെ സമ്മതമാണ്, സമ്മതമല്ല, സമ്മതമാണോ, സമ്മതമല്ലേ, സമ്മതമായിരുന്നില്ലേ, ഇങ്ങനെ എന്തെല്ലാം തരത്തിലാണ് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് വില്ലിംഗ് ടു എന്ന ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാം. നോക്കൂ, എനിക്ക് അവിടെ പോകാൻ സമ്മതമാണ്. ഈ സെൻറ്റൻസിനെ നമുക്ക് ഇംഗ്ലീഷിലേക്കൊന്ന് മാറ്റാം. എനിക്ക്, അപ്പോൾ ഐ ആണ് സബ്ജക്റ്റ്. അവിടെ പോകാൻ, പോകുക എന്നുള്ളതിന് ഗോ, അവിടെ പോകാൻ, ടു ഗോ ദർ എന്നാണ്. ഇനി സമ്മതമാണ് എന്നതിനാണ് നമ്മൾ വില്ലിംഗ് ടു ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ വരും സെൻറ്റൻസ്? ഐ ആം വില്ലിംഗ് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകാൻ സമ്മതമാണ്. ഐ ആം വില്ലിംഗ് ടു ഗോ ദർ. ഈ സെൻറ്റൻസിൽ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. ഐ ആം വില്ലിംഗ് ടു ഗോ ദർ. ഐ എന്നത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് ഉപയോഗിച്ചത് ആം. പിന്നെ വില്ലിംഗ് ടു, അത് കഴിഞ്ഞ് ഗോ എന്നത് V1 ഫോം ഓഫ് ദ വേർബ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് വില്ലിംഗ് ടു പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് സെൻറ്റൻസ് വേണമെങ്കിലും ഉണ്ടാക്കാം. ആം ഉപയോഗിച്ചത് ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇനി ഹി, ഷീ, അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കാം. ഇനി യു, വി, ദേ, അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സൊക്കെ ആണെങ്കിൽ ആർ എന്നുപയോഗിക്കുക. ഇതൊക്കെ പ്രസൻറ്റ് ടെൻസിൻ്റെ കാര്യമാണ്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ ഐ, ഹി, ഷീ, അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സൊക്കെ ആണെങ്കിൽ വാസ് ഉപയോഗിക്കുക. അതല്ല യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സൊക്കെ ആണെങ്കിൽ വേർ ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സമ്മതമാണ്. ഐ ആം വില്ലിംഗ് ടു ഹെൽപ്പ് യു. ഐ ആം വില്ലിംഗ് ടു ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സമ്മതമല്ല. ഐ ആം നോട്ട് വില്ലിംഗ് ടു ഹെൽപ്പ് യു. ഐ ആം നോട്ട് വില്ലിംഗ് ടു ഹെൽപ്പ് യു. എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ആർ യു വില്ലിംഗ് ടു ഹെൽപ്പ് മീ? ആർ യു വില്ലിംഗ് ടു ഹെൽപ്പ് മീ? നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സമ്മതമല്ലേ? ആറിൻറ്റ് യു വില്ലിംഗ് ടു ഹെൽപ്പ് മീ? ആറിൻറ്റ് യു വില്ലിംഗ് ടു ഹെൽപ്പ് മീ? ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. ഐ ആം വില്ലിംഗ് ടു ജോയിൻ എ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഐ ആം വില്ലിംഗ് ടു ജോയിൻ എ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എൻ്റെ ഫ്രണ്ടിന് ഡാൻസ് ചെയ്യാൻ സമ്മതമല്ല. മൈ ഫ്രണ്ട് ഈസ് നോട്ട് വില്ലിംഗ് ടു ഡാൻസ്. മൈ ഫ്രണ്ട് ഈസ് നോട്ട് വില്ലിംഗ് ടു ഡാൻസ്. അവൾക്ക് പാട്ട് പാടാൻ സമ്മതമായിരുന്നു. ഷീ വാസ് വില്ലിംഗ് ടു സിംഗ്. ഷീ വാസ് വില്ലിംഗ് ടു സിംഗ്. നോക്കൂ, വാസ് ആണ് ഉപയോഗിച്ചത്, കാരണം സമ്മതമായിരുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസായി. ഞങ്ങൾക്ക് ആ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സമ്മതമായിരുന്നു. We were willing to participate in the dance program. We were willing to participate in the dance program. ഇവിടെ were ആണ് ഉപയോഗിച്ചത്. were എന്നുപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. we ആണ് സബ്ജക്റ്റ്, പ്ലൂരൽ സബ്ജക്റ്റ്. അവൾക്ക് എന്തും കഴിക്കാൻ സമ്മതമായിരുന്നു. She was willing to eat anything. She was willing to eat anything. അവർക്ക് എന്തും കഴിക്കാൻ സമ്മതമായിരുന്നില്ല. They were not willing to eat anything. They were not willing to eat anything.
അവർക്ക് അവിടെ താമസിക്കാൻ സമ്മതമായിരുന്നോ? Were they willing to stay there? Were they willing to stay there? അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സമ്മതമായിരുന്നോ? Was she willing to cook food? Was she willing to cook food? ഇങ്ങനെ ഒരുപാട് സെൻറ്റൻസസ് വില്ലിംഗ് ടു ഉപയോഗിച്ച് പലതരത്തിൽ പല ഡിഫറെൻറ്റ് സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യൂ.